കാലം, എല്ലാം വിഴുങ്ങുന്ന അദൃശ്യ ശക്തി. ജനനം, വളർച്ച, വാർദ്ധക്യം, മരണം. ഈ നിയമത്തിൽ നിന്ന് ഒരാളും ഒഴിഞ്ഞു മാറിയിട്ടില്ല. പക്ഷേ ഒരിക്കൽ ഒരു ബാലന്റെ ഭക്തി കാലത്തെയും വെല്ലുവിളിച്ചു. ഒരു മഹർഷിയായിരുന്നു മൃകണ്ഡു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു പുത്രൻ. ആ ആഗ്രഹത്തിനായി മഹർഷി വർഷങ്ങളോളം നിശബ്ദമായി തപസ്യ ചെയ്തു. അവസാനം അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സന്തോഷിച്ച മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ ചോദിച്ചു, ദീർഘായുസ്സുള്ള പക്ഷേ ബുദ്ധി കുറവുള്ള ഒരു പുത്രനോ, അല്ലെങ്കിൽ ചെറു ആയുസ്സുള്ള മഹാബുദ്ധിയുള്ള ഒരു പുത്രനോ? മൃകണ്ഡു മഹർഷി ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. മഹർഷി തിരഞ്ഞെടുത്തത് ജ്ഞാനമുള്ള പുത്രനെയാണ്. അങ്ങനെ ജനിച്ചു മാർക്കണ്ഡേയൻ. ചെറുപ്പം മുതൽ തന്നെ അവന്റെ മനസ്സ് ശിവനിലായിരുന്നു. കളിയിലും പഠനത്തിലുമെല്ലാം അവൻ മറക്കാത്തത് ഒരു കാര്യമാണ്: ശിവനാമം. അവന്റെ ഓരോ ശ്വാസവും ഓം നമഃ ശിവായ. അതുതന്നെയായിരുന്നു അവന്റെ ജീവിതം. അതുതന്നെയായിരുന്നു അവന്റെ ശക്തി. കാലം ഒഴുകി, ബാലൻ വളർന്നു. പക്ഷേ ഒരു സത്യം അടുത്തെത്തി. അവന്റെ ആയുസ് 16 വർഷം മാത്രം. ഓം നമഃ ശിവായ. മാതാപിതാക്കൾ ഭയപ്പെട്ടു. അവരുടെ ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞു. പക്ഷേ മാർക്കണ്ഡേയൻ ഭയപ്പെട്ടില്ല. അവൻ ക്ഷേത്രത്തിലേക്ക് പോയി. ശിവലിംഗം ചേർത്ത് പിടിച്ചു. അവൻ തുടർച്ചയായി ജപിച്ചു, ഓം നമഃ ശിവായ. അപ്പോൾ ആകാശം ഇരുണ്ടു. എത്തി മരണത്തിന്റെ ദേവൻ യമൻ. യമൻ പാശമെറിഞ്ഞു. പക്ഷേ അത് വീണത് ബാലനിൽ മാത്രമല്ല, ശിവലിംഗത്തിന് മേൽ. അടുത്ത നിമിഷം പ്രകാശം നിറഞ്ഞു. പ്രത്യക്ഷപ്പെട്ടു മഹാദേവൻ. യമനെ തടഞ്ഞു. മരണത്തിന് മുന്നിൽ ശിവൻ നിന്നു. യമൻ തലകുനിച്ചു. ശിവൻ മാർക്കണ്ഡേയനെ അനുഗ്രഹിച്ചു. ഇനി മരണം നിന്നെ തൊടുകയില്ല. അങ്ങനെ മാർക്കണ്ഡേയൻ അമരനായി. ആ ദിവസത്തിനു ശേഷം മരണം അവനു ഭീഷണിയായിരുന്നില്ല. അത് ജീവിതത്തിന്റെ ഒരു സത്യം മാത്രം. ഭയത്തേക്കാൾ വലിയതൊന്ന് അവൻ കണ്ടെത്തിയിരുന്നു: ഭക്തി. ഈ കഥ നമുക്കൊരു സത്യം പറയുന്നു. സത്യമായ ഭക്തിയുണ്ടെങ്കിൽ കാലവും വിധിയും മരണവും പോലും നമ്മെ ജയിക്കാനാവില്ല. കാരണം സത്യമായ ഭക്തി കാലത്തെയും ജയിക്കും. ഓം നമഃ ശിവായ.